السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ കൈകാര്യം ചെയ്യുന്ന സൂറത്ത് നജ്മിലെ ആയത്തുകൾ താഴെ പറയുന്നവയാണ്. ഫറഅയ്ത അല്ലദീ തവല്ലാ വഅഅതാ ഖലീലൻ വഅക്ദാ عنده علم الغيب فهو يرى أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى. 33 മുതൽ 42 വരെയുള്ള ഈ ആയത്തുകൾ. ഇതിൻ്റെ പൊതുവായിട്ടുള്ള അർത്ഥം, പിന്തിരിഞ്ഞു കളഞ്ഞ നഫറായിത്തല്ലതീ തവല്ല, പിന്തിരിഞ്ഞു കളഞ്ഞവനെ നീ കണ്ടില്ലേ. വാഴത്ത കലീലം വാക്കുക, അവൻ അല്പം മാത്രം കൊടുക്കുകയും വാഖിത, പിന്നെ അവൻ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കൂട്ടാക്കിയില്ല. ഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറ, അവൻ്റെ അടുത്ത് അതിഭൗതികമായിട്ടുള്ള വിജ്ഞാനമുണ്ടോ എങ്കിൽ അവന് കാണാമായിരുന്നു. അംലം യുനബ്ബഅ ബിമാ ഫീ സുഹഫി മൂസാ വ ഇബ്രാഹീം അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, മൂസയുടെ വേദത്തിലും തൻ്റെ അവകാശവാദം അല്ലെങ്കിൽ തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച ഇബ്രാഹീമിൻ്റെ വേദത്തിലുമുള്ള കുറ്റം ചെയ്ത ഒരാളും തന്നെ മറ്റൊരാളുടെ കുറ്റവും ഏറ്റെടുക്കുകയില്ലെന്നും മനുഷ്യന് അവൻ പ്രവർത്തിച്ചത് മാത്രമാണ് ഉള്ളത് എന്നുമുള്ള ഈ വേദങ്ങളിൽ പറഞ്ഞ കാര്യം അവന് വിവരം കിട്ടിയിട്ടില്ലേ, അവനോടത് പറയപ്പെട്ടിട്ടില്ലേ. വന്ന സഅയഹു സൗഫ യുറ, അവൻ്റെ സഅയ്, അവൻ്റെ അധ്വാനം അല്ലെങ്കിൽ അവൻ്റെ കർമ്മം അത് പിന്നീട് കാണപ്പെടുമെന്നും ഉമ്മ യുജസാഹുൽ ജസാഅൽ ഔഫ, പിന്നെ അതിന് അനുഗുണമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം അവന് നൽകപ്പെടുമെന്നും വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിൻ്റെ നാഥനിലേക്കാണ് അവസാനം ചെന്നെത്തുക എന്നുമുള്ള കാര്യം അവന് വിവരം നൽകപ്പെട്ടിട്ടില്ലേ. ഇതാണ് ഈ ആയത്തുകളുടെ പൊതുവായിട്ടുള്ള അർത്ഥം. ഇവിടെ ജബ്ബാർ പറയുന്നത് ഈ ആയത്തുകൾ ഇറങ്ങാനുള്ള പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ്. അതിന് രണ്ട് കാരണങ്ങളാണ് പൊതുവിൽ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഖുർആനിക സൂക്തങ്ങൾ ഓതിക്കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് മനമാറ്റമുണ്ടാവുകയും ഖുർആൻ പറയുന്നത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കളയുമോ, ഇസ്ലാം സ്വീകരിച്ച് കളയുമോ എന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക്, അബൂജഹൽ അടക്കമുള്ള ആളുകളുണ്ടതിൽ, അവർക്ക് തോന്നുകയും അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് സമ്പത്ത് നൽകാമെന്നും എന്നവർ ഏറ്റു. ഈ ഘട്ടത്തിൽ അദ്ദേഹം പരലോക ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ താങ്കൾ ശിക്ഷ ഭയക്കേണ്ടതില്ല, താങ്കൾ മുഹമ്മദിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ താങ്കളുടെ പാപഭാരം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് അവരിൽ ആരോ പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ഈ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് എന്നതാണ് ഒരു അവതരണ പശ്ചാത്തലമായി പറയുന്നത്. മറ്റൊന്ന്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അദ്ദേഹം നേരത്തെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സാമ്പത്തികമായിട്ട് ആളുകൾക്ക് വല്ലാതെ സഹായം നൽകുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് അബ്ദുല്ലാഹി ബിൻ അബീ സറഹ്. അദ്ദേഹം
ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു ഈ ഘട്ടത്തിൽ. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് താനെന്തിനാണ് ഇങ്ങനെയൊക്കെ ദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരലോകവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സറാഹ് പറഞ്ഞു, താങ്കളുടെ ഭാരം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. ഈ ഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ആയത്തിറങ്ങിയതിനെ തുടർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ പൂർവ്വ നിലപാടിലേക്ക്, അതായത് തൻ്റെ സമ്പത്ത് നല്ല മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ അദ്ദേഹം വീണ്ടും ഏർപ്പെട്ടു എന്നാണ് ഈ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ രണ്ട് സംഗതിയും രണ്ടിലെ ഏതോ ഒന്ന് അല്ലെങ്കിൽ രണ്ടും സംഭവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഖുർആൻ അവതരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരേ സംഗതി ആവണമെന്നില്ല, പല സംഗതികളുമായി ബന്ധപ്പെട്ടാവാം ഖുർആനിലൊരു ഭാഗം അവതരിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഈ രണ്ട് സംഭവവുമായിട്ട് ഇതിന് ബന്ധമുണ്ടാവാം. എന്നാലും ജബ്ബാർ പറയുന്നത് അതൊന്നുമല്ല, ഈ കാര്യങ്ങളൊന്നുമല്ല ഖുർആൻ അവതരിക്കാനുള്ള കാരണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഞാൻ നേരത്തെ പല സുഹൃത്തുക്കളിലുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് കേട്ടാൽ തോന്നുന്നതാണ്, ജബ്ബാർ എന്ന് പറയുന്നത് ഒരു ചിരഞ്ജീവിയാണ്. അയാൾ പക്ഷേ വിശുദ്ധ ഖുർആൻ അവതരിക്കണ കാലത്ത് നബിയുടെ കൂടെ മക്കയിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനറിയാം എപ്പോഴാണ് ഖുർആൻ ഈ സൂക്തങ്ങളൊക്കെ അവതരിച്ചിട്ടുള്ളത്. അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? അപ്പോൾ യുക്തിവാദം എന്ന് പറയുന്നത് തനി പൊളിയാണ് എന്നുള്ളത് ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. കാരണം ചരിത്രപരമായി ഉദ്ധരിച്ചു വന്നിട്ടുള്ളൊരു സംഗതി, അത് ചരിത്രത്തിൻ്റെ പിൻബലത്തിലൂടെ തെളിവുകൾ നിരത്തിക്കൊണ്ട് അത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തനിക്ക് തോന്നുന്നത് പോലെ അതല്ല, ഞാൻ പറയുന്നതാണ് ശരി എന്നൊരുത്തം പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാനസികമായിട്ട് എന്തോ തകരാറുണ്ട് എന്നാണ് അതിന് മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ അയാൾ ദുഷ്ഷാഠ്യക്കാരനാണ്, ഷാഠ്യബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇവിടെ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, അയാൾക്ക് മാനസികമായി എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയുള്ള പെച്ചും പേയൊന്നും പറയില്ല. ഇതിനേക്കാൾ അപകടകരമാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് വളരെ ഏറെ ഒരു സാമാന്യ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം തുടർന്ന് പിന്നീട് വരുന്ന അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ പറയുന്നതെന്ന് കേട്ടാൽ ബോധ്യമാവും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇസ്ലാമിൻ്റെ ബദ്ധശൈലിയാണ്, ഇസ്ലാം തകർന്നടിയണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പുതിയ ഉദാഹരണമാണ് ഈ നരകത്തിൽ നിന്ന്, ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഈ നരകത്തിൽ നിന്ന് മനുഷ്യന് മോചനം കിട്ടാനുള്ള ഒറ്റമൂലി ഇസ്ലാമിനെ ലോകാടിസ്ഥാനത്തിൽ നിരോധിക്കുകയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാചോട്ടോപ്പം. യഥാർത്ഥത്തിലൊരു യുക്തിവാദി ഇത്രമാത്രം വിഡ്ഢിയാവുക എന്നത് നമ്മൾ ജബ്ബാറിലൂടെ മാത്രമാണ് കേൾക്കുന്നത്. കാരണം യുക്തിവാദിയായാലും അയാൾക്ക് യുക്തി ഉണ്ടെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് അവതരിപ്പിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതേ അവസരം നടക്കാൻ പോകാത്ത, ലോകത്തൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സംഗതി അത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ ന്യായീകരണം എന്താണ്? അപ്പോൾ ഈ രണ്ട് ദോഷവും അല്ലെങ്കിൽ രണ്ട് രോഗവും അദ്ദേഹത്തിനുണ്ടെന്നാണ് മനസ്സിലാവേണ്ടത്. ഏതായിരുന്നാലും ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഈ ആയത്തുകൾ എന്നല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ഏത് ആയത്തുകളെടുത്താലും ഖുർആൻ ഒരു മാർഗദർശക ഗ്രന്ഥം, ഹിദായത്തിൻ്റെ ഗ്രന്ഥം എന്നുള്ള നിലക്ക് മനുഷ്യൻ്റെ ശരിയും തെറ്റുമായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള സ്വഭാവങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അത് വിശകലനം ചെയ്തുകൊണ്ടാവും പലപ്പോഴും ഖുർആൻ മനുഷ്യനെ ഉപദേശിക്കുകയും അവനോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുകയും ചില കാര്യങ്ങൾ നിരോധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യൻ്റെ പ്രകൃതി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ആൾക്ക് മനസ്സിലാവും, അതേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ ആരായിരുന്നാലും, അത് വലീദ് ബിൻ മുഗീറത്തോ ഉസ്മാൻ ബിൻ അഫ്ഫാനോ അബൂജഹലോ അബൂബക്കർ സിദ്ദീഖോ ആരുമാവട്ടെ,
അവരിൽ നിന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള നല്ലതോ ചീത്തയോ ആയിട്ടുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അത് മുൻപിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, മറിച്ചാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മറിച്ചാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ മനുഷ്യനെ ഉപദേശിക്കുന്നത് എന്തിനാണ്? അതൊക്കെ മനുഷ്യനെ പരിഹസിക്കലും അവനെ കുറ്റപ്പെടുത്തലും അവനെ അവഹേളിക്കലും ഒക്കെ ആയിട്ട് എണ്ണുക എന്നുള്ളതാണ് ഒരു തരം മാനസിക രോഗം എന്ന് പറഞ്ഞത്. ഇത് എൻ്റെ ശീലമാണ്, എന്നിലുള്ള ചില ദുസ്വഭാവങ്ങളാണ്, അത് ഞാൻ മാറ്റേണ്ടതുണ്ട് എന്ന് ഒരു മനുഷ്യന് തോന്നത്തക്ക വിധം അവനെ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനാണ് സാമാന്യ ബുദ്ധിയുള്ള അല്പമൊക്കെ വിവേകമുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. ഇവിടെ മനുഷ്യനോട് ഖുർആൻ പറയുന്നത്, നീ ആര് തന്നെ മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ മുമ്പോട്ട് വന്നാലും അത് പരലോകത്ത് നടക്കുന്ന കാര്യമല്ല എന്നുള്ള. കാരണം സ്വന്തം പാപം തന്നെ ഏറ്റെടുക്കാൻ കഴിയാത്ത, അതിൻ്റെ പേരിൽ തന്നെ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യന് പിന്നെ എങ്ങനെയാണ് മറ്റവൻ്റെ പാപം ഏറ്റെടുക്കുക? ഇത് തീർത്തും യുക്തിഭദ്രമായിട്ടുള്ള മനുഷ്യന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു ന്യായമാണ്. സ്വയം തന്നെ സംരക്ഷിക്കാൻ സാധ്യമല്ലാത്ത ഒരാൾക്ക് മറ്റൊരാളെ സംരക്ഷിക്കാൻ എങ്ങനെ കഴിയും? അതിന് പുറമെയാണ് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ള ശരിയോ തെറ്റോ ആയിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും ഫലം അയാൾ അവിടെ വെച്ച് അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫലവും യഥാർത്ഥത്തിൽ ഇത് ആരാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അയാൾ മാത്രമാണ് അനുഭവിക്കേണ്ടി വരിക. മറ്റൊരാളും അത് അനുഭവിക്കാൻ നിർബന്ധിതനുമല്ല, അല്ലെങ്കിൽ നല്ല ഫലമാണെങ്കിൽ അതിനയാൾ യോഗ്യനാവുകയുമില്ല. ഇതാണ് ഖുർആൻ ഇതിലൂടെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാത്തതിറു വാതിറത്തും വിതറ ഉഖ്റാവ അല്ലൈസലിൽ ഇൻസാനില്ലാമ സഅ എന്നതിലൂടെ. മാത്രമല്ല ഇവിടെ നിഷേധികളായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടാണ് ഈ സംഗതി പറയുന്നത്. അപ്പോൾ പരലോകത്ത് മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഫലം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉപാധി എന്താണ്? അവൻ വിശ്വാസിയായിരിക്കണം എന്നുള്ളതാണ്. ഈ വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ പരലോകത്തിൽ പ്രവാചകന്മാരിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ പരലോകത്ത് അയാൾക്ക് പ്രയോജനം ചെയ്യില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല ഈ പാപങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതും ഖുർആൻ ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. നിഷേധികളായിട്ടുള്ള ആളുകൾ സത്യവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഇത്തബിയു സബീലന, നമ്മളുടെ മാർഗം പിൻപറ്റുക, നിങ്ങളുടെ പാപങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊള്ളാം. എന്നിട്ട് ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത് എന്താണ്? ഉമാഹും ബിഹാമിലീന മിൻ ഖത്തായാഹും മിൻ ഷൈ, അവരുടെ പാപങ്ങളിൽ ഒന്നും തന്നെ ഇവർ ഏറ്റെടുക്കൂലാണ്. ഇത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു സംഗതി. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ ജബ്ബാറിനെ പോലുള്ള യുക്തി രഹിതരായിട്ടുള്ള ഈ അന്ധവിശ്വാസത്തിലകപ്പെട്ട ആളുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ ദുര്യോഗം എന്ന് പറയുന്നത്. അതവരുടെ യുക്തി ബോധമില്ലായ്മയുടെ ഫലമായിട്ടാണ് അവർക്ക് ഈ ഗതികേട് വന്നിട്ടുള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഗതികേട് മാത്രമാണ്. അല്ലാതെ അത് ഖുർആനിൻ്റെ ദോഷമല്ല. സാമാന്യ ബുദ്ധിക്ക് ഈ കാര്യം മനസ്സിലാവുകയും ചെയ്യും. ആ സാമാന്യ ബുദ്ധി പോലും ജബ്ബാറിനെ പോലുള്ള ആളുകൾക്കില്ല എന്നുള്ളതാണ് വസ്തുത.